ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വാട്ടർമെലൺ മൊജിറ്റോയും വെർജിൻ മൊജിറ്റോ എന്നീ രണ്ട് വെൽക്കം ഡ്രിങ്കാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മാത്രവുമല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വൈകിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ വരും, അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ വാട്ടർമെലൺ മൊജിറ്റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബിന് പകരം നമുക്ക് ഐസ് വാട്ടർ ആയാലും മതി. പിന്നെ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തന്നെ പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു 5-6 കഷ്ണം തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു പ്ലെയിൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ നാരങ്ങ പകുതിയായിട്ട് മുറിച്ചതിന് ശേഷം അത് 4ആയിട്ട് മുറിച്ചിട്ട് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള തണ്ണിമത്തിന് ഒരു 5-6 കഷ്ണം ഈ ഒരു നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒന്നുകിൽ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു കയ്യിലിൻ്റെ അറ്റഭാഗം വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 3 ഫ്ലേവറൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് അല്ലെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാട്ടർമെലൺ മൊജിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ സൈഡിലോട്ട് തണ്ണിമത്തൻ്റെ ചെറിയൊരു കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ട്രോയുടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാട്ടർമെലൺ മൊജിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വെർജിൻ മൊജിറ്റോ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയിട്ട് വരാം. അപ്പം വെർജിൻ മൊജിറ്റോക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില, ഐസിങ് ഷുഗർ, സോഡ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വെർജിൻ മൊജിറ്റോന് വേണ്ടിയത്. ആദ്യം തന്നെ ഇതുപോലെ ഒരു പ്ലെയിൻ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 5-6 കഷ്ണങ്ങൾ ചെറുനാരങ്ങ ഈ ഒരു സൈസിൽ മുറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് പുതിനയില ഈ ഒരു ചെറുനാരങ്ങ ഇട്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂണ് ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോടെ ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂണോളാണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഫ്ലേവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബോ ഐസ് വാട്ടറോ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോഡയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെർജിൻ മൊജിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
വീണ്ടും ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.